ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നാട് കാണൽ വ്ളോഗ്. ഇതാണ് എൻ്റെ നാട്, ആന്ധ്രാദ്വീപ്. കമ്പയറിങ് ടു അതർ ഐലൻഡ് ഇവിടെ ടൂറിസ്റ്റുകളില്ല, അപ്പോൾ അതിൻ്റെതായ ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും. ബാക്കിയുള്ള നാടുകളെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്ര കാണാൻ കുറച്ച് ഭംഗി കുറവാണ്. പക്ഷേ ഏറ്റവും നല്ല സ്വഭാവമുള്ള മനുഷ്യന്മാരും സ്നേഹമുള്ള മനുഷ്യന്മാരും ഏറ്റവും ടേസ്റ്റുള്ള ഫുഡും കിട്ടുന്നത് അത് ഞങ്ങളുടെ നാട് തന്നെയാണ്. അപ്പോൾ നമുക്ക് നാട് കാണാം. ഇതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലെ റോട്ടിൽ നിന്ന് കാണുമ്പോൾ ഉള്ള വ്യൂ. കാരണം മുഴുവനും തെങ്ങ് തന്നെയാണ്, മെയിൻ ആയിട്ടുള്ളത് തെങ്ങാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ അതിന്റെ മരങ്ങളോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ചെറിയ ചെറിയ ഒരു പഴങ്ങളുടെ മരങ്ങളുണ്ടെന്നല്ലാണ്ട് മെജോറിറ്റി ആയിട്ടുള്ളത് തെങ്ങ് തന്നെയാണ്. അത് പണ്ട് നമ്മുടെ കാരണവരൊക്കെ ഇവനെ വെച്ചുകൊണ്ട് തെങ്ങാണ് അവിടെ ഉള്ളത് മുഴുവനും. പിന്നെ നമ്മൾ വാഴ വെക്കുമ്പോൾ തോട്ടം ഏരിയകളായിട്ട് വാഴ ഉണ്ടാവും ഒരുപാട്. പിന്നെ ഈ സൈഡ് ഫുള്ള് തെങ്ങ് തന്നെയാണ് കാണാൻ പറ്റുക. അപ്പം നമ്മുടെ നാട്ടിലിങ്ങനെ മൂല, പണ്ടാൻ, ചെമ്മച്ചേരി, കീച്ചേരി, ഇടച്ചേരി അങ്ങനെ കുറച്ച് ആകെ ശരിക്കും 7 കിലോമീറ്റർ ഉള്ളൂ. അതിൽ തന്നെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ ഓരോ സ്ഥലങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചു. പക്ഷെ എല്ലാം കാണാൻ ഒരുപോലെ തന്നെ ഉണ്ടാവുക. ഇതുപോലെ കുറേ തെങ്ങും പിന്നെ അതിൻ്റെ കുറച്ച് ബിൽഡിങ്സും. അപ്പോൾ ഇത് സോളാർ ഏരിയ ആണ്. നമ്മളിപ്പോൾ പോകുന്നത് ഇത് കഴിഞ്ഞിട്ട് ഹെലിപ്പാഡ്, അവിടെയാണ് ഇവാക്യുവേഷൻ, എമർജൻസി സിറ്റുവേഷൻസിൽ ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പേഷ്യൻസിനെ ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ വരുന്നത് ആ ഒരു ഏരിയയിലാണ്. പിന്നെ ഫ്ലൈറ്റ് ഞങ്ങളുടെ നാട്ടിലില്ല. ഫ്ലൈറ്റ് ആകെ പോകുന്നത് അഗത്തി എന്ന് പറയുന്ന ഐലൻഡിൽ മാത്രമേ ഉള്ളൂ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഗ്രൗണ്ട്. അവിടെ നമുക്ക് വണ്ടിയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ പറ്റും. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടെ പിന്നെ ആടും മാടൊക്കെ ഉണ്ടാകും. ആടാണല്ലോ ഞങ്ങളുടെ നാട്ടിലെ മെയിൻ പെറ്റ്. വേറെ പട്ടികളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ആടിനെ വാങ്ങി വളർത്തും. അങ്ങനെ ഒരു പച്ചപ്പുകളെ സ്ഥലം കിട്ടിയപ്പോൾ അവർ അവിടെ ആടിനെ കെട്ടിയിട്ടതാണ്. ഇതാണ് നമ്മുടെ ഹെലിപ്പാഡ്. ദെൻ ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കാനൊക്കെ വരും. അതിൻ്റെ മറ്റേ സൈഡിൽ ബീച്ചാണ്, കണ്ടോ. ദെൻ ഇതാണ് നമ്മുടെ ഹെലിപ്പാഡ്. ഞങ്ങൾ പോയപ്പോൾ അവിടെ ആരൊക്കെയോ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബീച്ചാണ് ആ കാണുന്നത്. ചുറ്റും ബീച്ച് തന്നെ ആയതുകൊണ്ട് എവിടെ പോയാലും നമുക്ക് ബീച്ച് കാണാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ബീച്ചിൽ പോയി. അവിടെ നിന്നും കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് സ്ഥലം വിട്ടു നേരെ പോയത്. ബീച്ചിലേക്ക് പോകുന്ന വഴി തന്നെയാണ് എല്ലാം ഉള്ളത്. നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഞങ്ങളുടെ ആന്ധ്രാദ്വീപിലെ ലൈറ്റ് ഹൗസ് ആണ്. അപ്പോൾ ആക്ച്വലി 5 മണി കഴിഞ്ഞു വിട്ടുന്നു ഞങ്ങൾ പോകുമ്പോൾ. അതുകൊണ്ട് 5 മണിക്ക് അത് ക്ലോസ് ആക്കും. അതുകൊണ്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ആ വീഡിയോസ് എടുക്കായിരുന്നു. ഇനി വരാൻ പോകുന്ന വ്ളോഗ്സിൽ നമുക്ക് നിങ്ങളോട് ചെയ്യാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോവുകയാണ്. ഇതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ്, ആന്ധ്രാദ്വീപിലെ ലൈറ്റ് ഹൗസ്. കണ്ടോളൂ ഗൈസ്. ഇത് മറ്റേ അനാർക്കലി മൂവിയിലുള്ള ലൈറ്റ് ഹൗസ് അല്ല, അത് കവരത്തി ദ്വീപിലുള്ള ലൈറ്റ് ഹൗസാണ്. ഇതും വേറെയാണ് ഗൈസ്. അത് കവരത്തിൽ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അവിടെ നമ്മൾ നേരെ നമ്മുടെ മെയിൻ ബീച്ചിലേക്ക് പോവുകയാണ്. പക്ഷെ ആ പോകുന്ന വഴി തന്നെയാണ് എല്ലാം ഉള്ളത്. എന്ന് വെച്ചാൽ നമ്മുടെ പഴയ ജയിൽ, ഇപ്പോൾ പഴയ ജയിൽ മാറ്റിയിട്ട് പുതിയ ജയിലാക്കി, അതും അവിടെ തന്നെയാണ്. അതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ വരുന്നത്. അവിടെ നിന്നും കുറച്ച് ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കോർട്ടും അവിടെ തന്നെയാണുള്ളത്. ഇതാണ് നമ്മുടെ കോർട്ട്. അങ്ങനെ നമ്മൾ നേരെ ഇനി നമ്മുടെ മെയിൻ ബീച്ചിലേക്ക് പോവുകയാണ് ഗൈസ്. സോ നമ്മൾ മെയിൻ ബീച്ചിൻ്റെ എൻട്രി എത്തി. ഇതാണ് നമ്മുടെ ആന്ധ്രാദ്വീപിൻ്റെ സ്വന്തം മൂല ബീച്ച്. ഞങ്ങൾക്ക് ഉള്ളൊരു ബീച്ച്. എന്താ പറയുക, എല്ലാവരും വരുന്നത് ഈവനിങ് ആകുമ്പോൾ ഇവിടെ നിറച്ച ആൾക്കാരായിരിക്കും. ഇപ്പം ആൾക്കാരെ കാണാത്തതൊന്നും നോക്കണ്ട, ഈവനിങ് ആയാലും ഇവിടെ നിറച്ച ആൾക്കാരാണ്. ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല ഗൈസ്. അവിടെ ആൾക്കാരൊക്കെ വരുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ മൺസൂൺ സീസൺ ആയതുകൊണ്ട് നല്ല കടലായിരുന്നു ഗൈസ്. നല്ല കടലുണ്ടായിരുന്നു. കടൽ നല്ലോണം തിരമാല അടിക്കുന്നുണ്ട്. എനിക്ക് കടൽ ആക്ച്വലി നല്ല പേടിയുള്ള ഒരാളാണ്. പിന്നെ തിരമാല വരുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഓടുന്നുണ്ട്, അവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്നുണ്ട്. പക്ഷെ ഫോട്ടോ എടുക്കാൻ പോയി നിൽക്കുമ്പോഴത്തേനും കടൽ കയറി വരും. പിന്നെ നിൽക്കും, ഓടി വരും. ഇത് തന്നെയായിരുന്നു അവസാനം. കടൽ ഞാൻ പ്രതീക്ഷിക്കാണ്ട് വന്നു എൻ്റെ ചെരുപ്പ് കൊണ്ട് പോയി. ഞാനാണെങ്കിൽ പേടിച്ചിട്ട് അവിടെ നിൽക്കുന്നത്. അവനോടിപ്പോൾ ഞാൻ ചെരുപ്പ് എടുത്തുകൊണ്ട് വന്ന്, അങ്ങനെ ചെരുപ്പ് കിട്ടി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് നേരെ സ്ഥലം വിടാമെന്ന് വിചാരിച്ചു. അവിടെ നമ്മൾ തിരിക്കുകയാണ്. സമയം ഇങ്ങനെ ലേറ്റ് ആവുന്നതോറും എന്താ പറയുക, മഗ്‌രിബിനെ അവിടെ അടുക്കുന്നതോറും ആൾക്കാർ എന്നെ കൂടി വരും. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ പോകാൻ വിചാരിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് ലൈബ്രറിയിലേക്ക് എന്തായാലും പോകേണ്ട ആവശ്യമാണ്. എനിക്ക് ബുക്ക് എടുക്കാനുണ്ടായിരുന്നു, ഒരു ഇംഗ്ലീഷ് ബുക്ക് എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ലൈബ്രറിയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. നമ്മൾ നേരെ ലൈബ്രറിയിലേക്ക് വിട്ടു. പോകുമ്പോൾ ക്യാമറ പൊക്കി പിടിച്ചിട്ടാണെന്നല്ല, ആരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു. അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വീഡിയോ ഓഫാക്കിയില്ല. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ലൈബ്രറി. അപ്പോൾ ആക്ച്വലി നമ്മൾ ഒരു ബുക്കും നേരത്തെ പ്രീ പ്ലാൻ ചെയ്ത് വന്നാൽ ഒരിക്കലും കിട്ടൂല. കുറേ
ഗൂഗിളിലൊക്കെ കണ്ട് അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ ബുക്സ് ഉണ്ടാവും, നമ്മൾ അതൊക്കെ എക്സ്പെക്ട് ചെയ്ത് പോകുമ്പോൾ അതൊന്നും അവിടെ ഉണ്ടാവില്ല. പിന്നെ അവിടെ ഇല്ല എന്തെങ്കിലും ബുക്ക് നമ്മൾ നല്ലതാണെന്ന് തോന്നിയിട്ട് എടുക്കുക, എന്നിട്ട് അത് വായിക്കാൻ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറേ നേരത്തെ മണിക്കൂറുകളുടെ സെർച്ചിങ്ങിലൂടെ ഞാൻ മനസ്സിലാക്കി ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ കിഡ്സ് സെക്ഷനാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇവിടെ എത്ര ബുക്സ് ഉള്ളൂ ഇംഗ്ലീഷ്? അങ്ങനെ അവർ പറഞ്ഞു, ഇത് കിഡ്സിൻ്റെ സെക്ഷനാണ്, അപ്പുറത്ത് ഒരുപാട് ബുക്കുണ്ട്. അങ്ങനെ കുറേ തപ്പി അവസാനം ഒരു ബുക്ക് കിട്ടി. നമ്മൾ ആ ബുക്കും എടുത്ത് അങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ നേരെ വീട്ടിൽ പോകുന്ന സ്വഭാവമല്ലാത്തതുകൊണ്ട് സൺസെറ്റ് ആവാനായിരുന്നു. അപ്പോൾ ഒന്നും കൂടി ബീച്ചിൽ പോയിട്ട് ഒരു റൗണ്ടും കൂടി അടിച്ചിട്ടാണ് തിരിച്ച് മൂത്തുമ്മാൻ്റെ വീട്ടിൽ പോയി. അവിടെ പോയപ്പോൾ അവരെല്ലാവരും പത്തിരി ചുട്ടിട്ട് ഞങ്ങൾ ലക്ഷദ്വീപ് സ്റ്റൈലിൽ നാടൻ പത്തിരി കഴിക്കുന്നത്. പിന്നെ അതും കഴിച്ചിട്ട് നമ്മൾ വിചാരിച്ചു ഷവായ കഴിച്ചാലോ. അങ്ങനെ നമ്മൾ ഷവായ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ജെട്ടിയിൽ അവിടെ എന്താ പറയുക, ഇങ്ങനെ ജംഗ്ഷന് ജെട്ടി എന്നാ പറയുക, അവിടെ പോയിട്ട് ഷവായ കഴിക്കാൻ നല്ല അടിപൊളി സ്പോട്ടുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ ഷവായ കഴിക്കാൻ പോയി. പക്ഷേ അവിടെ ഷവായ തീർന്നതിനാൽ നമ്മൾ ബ്രേക്ക് വാട്ടറിലും കൂടിയിട്ട് ഒരു റൗണ്ട് അടിച്ചിട്ട് നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇത്രയുള്ളൂ. ഫുൾ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, രാത്രി ആയിപ്പോയി. അതുകൊണ്ട് പാർട്ട് 2 ഞാൻ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ.